ബന്ധങ്ങളുടെ ഊഷ്മളത എന്നതാണ് ഇന്നത്തെ ചിന്താ വിഷയം. ഊഷ്മളത ഉള്ള നല്ല ബന്ധങ്ങൾ നാം മനുഷ്യർ തമ്മിലും നമ്മളും ദൈവവുമായും ഉണ്ടെങ്കിൽ ജീവിതം മനോഹരമായിരിക്കും. ദൈവത്തിന് തന്റെ ജനത്തിനായി ഒരു പദ്ധതിയുണ്ട്. ബൈബിൾ സത്യത്തെ അടിസ്ഥാനമാക്കിയുള്ള വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുക എന്നതാണ് ആ പദ്ധതിയിൽ ഉൾപ്പെടുന്നത്. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നിങ്ങളുടെ ആത്മാവിലും മനസ്സിലും വികാരങ്ങളിലും ശരീരത്തിലും സാമ്പത്തികമായും ബന്ധങ്ങളിലും പോലും നിങ്ങൾക്ക് സംതൃപ്തി നേടാൻ കഴിയും. ദൈവത്തിന് നിങ്ങൾക്കായി നിരവധി മികച്ച പദ്ധതികളുണ്ട്. യിരെമ്യാവ് 29:11. ഇന്ന് തന്നെ ആരോഗ്യകരമായ ദൈവപ്രചോദിത ബന്ധങ്ങൾ ആസ്വദിക്കാൻ തുടങ്ങുന്നത് എങ്ങനെയെന്ന് കണ്ടെത്തുക. വിശ്വസിക്കുക. നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധത്തിൽ ആദ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകുക. നിങ്ങൾ അവനെ അറിയാനും കണ്ടെത്താനും ശ്രമിക്കുമ്പോൾ മറ്റെല്ലാ ബന്ധങ്ങളും കാഴ്ചപ്പാടിൽ സ്ഥാപിക്കപ്പെടുകയും അവയുടെ സ്ഥാനത്ത് വരാൻ തുടങ്ങുകയും ചെയ്യും. ഇന്ന് നിങ്ങളുടെ ബന്ധങ്ങൾ നന്നാക്കുന്നതിലും കെട്ടിപ്പടുക്കുന്നതിലും ദൈവത്തിന്റെ ഏറ്റവും മികച്ചത് നിങ്ങൾക്ക് വിശ്വസിക്കാനും സ്വീകരിക്കാനും കഴിയും. നിങ്ങളുടെ ബന്ധങ്ങൾക്കുള്ള ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ. ഈ തിരുവെഴുത്തുകൾ വായിക്കുക. 1 യോഹന്നാൻ 4:9-11 വരെ, 16-17 വരെ. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. അവനിലൂടെ നാം ജീവിക്കേണ്ടതിന് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. ഇതിൽ സ്നേഹമുണ്ട്. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നല്ല, അവൻ നമ്മെ സ്നേഹിച്ചു എന്നതാണ്. നമ്മളോടുള്ള സ്നേഹബന്ധം ഒരിക്കലും മായാത്ത മുദ്ര പതിപ്പിച്ചതാണ്. കാരണം മനുഷ്യനെ ദൈവം തന്റെ ഛായയിലും സദൃശ്യത്തിലും സൃഷ്ടിക്കുകയും ഈ ലോകം മനുഷ്യന്റെ നന്മകളെ നിറഞ്ഞ ജീവിതത്തിനായി വിട്ടുതരികയും ചെയ്തു. ഈ വിട്ടുകൊടുക്കലാണ് നമ്മുടെ സ്നേഹബന്ധങ്ങൾ എപ്പോഴും ഉന്മേഷമായി നിലനിൽക്കാൻ വേണ്ടത്. പരസ്പര ബഹുമാനവും ആദരവും അംഗീകാരവും എല്ലാം തന്നെ ഈ വിട്ടുകൊടുക്കലിൽ അടങ്ങിയിരിക്കുന്നു. നമ്മൾ നമ്മെ സ്നേഹിക്കുന്നത് പോലെ തന്നെ എല്ലാവരെയും സ്നേഹിച്ചാൽ ബന്ധങ്ങൾ എപ്പോഴും നമുക്ക് ദൈവാനുഗ്രഹമായി മാറും. ഈ വിട്ടുകൊടുക്കാൻ ഒരു ദൈവപൈതലിന് സാധ്യമാണ്. കാരണം അവൻ ദൈവത്തിന്റെ സ്നേഹവചനങ്ങൾ അനുസരിച്ച് ദൈവത്തിന്റെ സുരക്ഷിത കരങ്ങളിൽ ആയതിനാൽ എല്ലാവരെയും സ്നേഹിക്കാനല്ലാതെ വെറുക്കുവാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, എല്ലാവരും പരസ്പര സ്നേഹത്തോടെ ബന്ധങ്ങളെ നിലനിർത്തുവാൻ ദൈവാനുഗ്രഹത്താൽ തയ്യാറാവുക. എല്ലാവർക്കും നന്മകൾ നേരുന്നു.